ഗുരുവായൂരമ്പലം നിറയെ ഡയറക്റ്റഡ് ബൈ ബിപിൻ ദാസ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണായിട്ടുള്ള അഭിപ്രായമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ മറ്റേത് പറഞ്ഞല്ലോ മറ്റൊന്നത് പറഞ്ഞല്ലോ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. കാരണം ഈ സിനിമ കാണാൻ പോണ സമയത്ത് എന്താണ് ഈ സിനിമ എന്നുള്ളത്, അതായത് ഈ സിനിമേൻ്റെ ഒരു എന്താ പറയുക ഒരു സ്വഭാവം എന്താണെന്നുള്ളത് 100% എനിക്ക് അറിയുന്ന ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ വരുന്നത് എന്താണെന്നുള്ളത് പറയുമല്ലോ, പൃഥ്വിരാജൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതന്നെയാണ് സിനിമ നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും, ഈ സിനിമ കാണാൻ റെക്കമെൻഡ് ചെയ്യുക. വേറെ ഒന്നും തന്നെ സിനിമ എന്ന് വെച്ചിട്ട് ഒരു എൻ്റർടൈനർ പാക്കേജാണ്. അതായത് ഇതിൽ ആക്ഷൻ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻസിൻ്റെ ഏറും കളിയൊന്നുമില്ല. അങ്ങനെ ഈ ഒരു സ്റ്റോറിയിൽ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സമയത്ത് ഒരു മനുഷ്യന് ഒരു സാധാരണ ആൾ ആ ഭാഗത്ത് ഒരു ക്യാരക്ടറിൻ്റെ സ്ഥാനത്ത് വന്ന് പോണ ഇമോഷൻസ് ഉണ്ട്. അതൊക്കെ കുറച്ചൊക്കെ കാണിക്കുള്ളൂ. പിന്നെ എന്താ കോമഡി ഉണ്ട്, നല്ല കോമഡികളുണ്ട്. അത് വർക്കൗട്ട് ആവാതെ പോണ ചില കോമഡികളുണ്ട്. പക്ഷേ കൂടുതൽ എനിക്ക് പേഴ്സണലി ഞാൻ ചിരിച്ചിട്ടുള്ള കോമഡികളാണ് ഈ ഒരു സിനിമയിൽ അധികം ഉള്ളത്. അങ്ങനെ വല്ലതും കൂടി ഒത്തിണങ്ങിയ ഒരു എന്താ പറയുക ഒരു അടിപൊളി സിനിമയാണ് ഈ ഒരു ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മാസ്മരണീയ സാധനം പ്രതീക്ഷിക്കരുത്, ഭയങ്കര ആക്ഷൻ ഇല്ല അങ്ങനത്തെ സാധനം ഉണ്ടത്. ഇതൊരു കല്യാണത്തെ ചുറ്റിപ്പറ്റിയിട്ട് ഡെവലപ്പായി പോകുന്ന ഒരു സ്ക്രിപ്റ്റാണ് സിനിമക്കുള്ളത്. അത് എടുത്ത് വെച്ചിരിക്കുന്ന രീതിയാണ് കിടിലൻ. അത് എത്രത്തോളം ആൾക്കാരെ അതിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് ഇരുത്തിയിട്ട് എങ്ങനെ ഈ ഒരു വളരെ എന്ത് പറയാനുള്ളത്, നമുക്കിത് അറിയാം. അത് ഈ സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയണ സമയത്ത് ഒരു സീനുണ്ട്. ആ ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ തന്നെ സെക്കൻഡ് ഹാഫ് ഇത് എവിടെ പോയി അവസാനിക്കും, അത് സിനിമ എവിടെ പോയി അവസാനിക്കും എന്നുള്ളത് 100% നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് സിനിമയെ ബാധിക്കുന്നില്ല. അതാണ് ഈ സിനിമേൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ. അതാണ് ഈ പ്രൊഡിക്റ്റബിൾ ആണെങ്കിൽ പോലും അത് സിനിമേനെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ ചിരിച്ച് എന്താ പറയുക, അത് ചിരിച്ച് കൈയടിക്കളൊക്കെ സീനുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. തിരിയും മനസ്സിലായില്ലേ? ഇത് എല്ലാതും കൂടി കൂട്ടിയിണക്കി വന്ന ഒരു സിനിമ ഞാൻ ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ അടുത്തൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ഫുള്ള് ഉൾക്കൊള്ളണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിയേറ്ററിൽ പോയി കാണേണ്ടി വരും. മനസ്സിലായത്? ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു സിനിമയെ റിലേറ്റഡ് ആയിട്ട് പറയില്ല, പക്ഷേ എന്നൊരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ട ആൾക്കാർക്കൊക്കെ ആ സിനിമ കൂടുതലും ഭൂരിഭാഗം ആൾക്കാർക്കും, എല്ലാവർക്കും തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടമായി. പക്ഷേ OTT ഇറങ്ങിയിട്ട് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരെ എന്താ പറയുക, ഇത് എന്ത് സിനിമയാണെന്ന് ചോദിച്ചു. അത് തിയേറ്ററിൽ പോയിരുന്ന് കാണണം, അപ്പോൾ സിനിമേൻ്റെ ഇതാറില്ല. അല്ലാതെ ഒരു 5 ഫോണിൽ ഇരുന്ന് കണ്ടതിൻ്റെ കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയുണ്ട് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു കോമഡി ഒന്നൊക്കെ കൂടെ ഇങ്ങനത്തെ സിനിമകൾ ആരൊക്കെ ഇഷ്ടപ്പെടാതിരിക്കും. ഒരു സിമ്പിളായിട്ട് പോണേ, നല്ല എൻഗേജിങ് ആയിട്ട് പോണേ. അതിൽ എന്താ പറയുക, അളിയൻ പാസെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണ് ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പൃഥ്വിരാജ് കൊള്ളാത്തുന്നുള്ളത്. സത്യം പറഞ്ഞാൽ പൃഥ്വിരാജാണ് ഗംഭീര ആക്കിയിട്ടുള്ളത്. ഇത് ബേസിൽ കുറയുമ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് പറയില്ല, പക്ഷെ പൃഥ്വിരാജ് ഇതിൽ ഗംഭീരമായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ഞാൻ ട്രെയിലറിലൊക്കെ ഓവറാണ്, എല്ലാ കാര്യങ്ങളും ഓവറാണ്. കാരണം ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഓവറാണ്. ഇതിൽ ബേസിൽ ഓവറാണ്, പൃഥ്വിരാജ് ഓവറാണ്. പൃഥ്വിരാജ് ഓവറാണ്. ഞാൻ ആക്ടിങ് അല്ല പറയുന്നത്, അത് ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം തന്നെ ഓവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രെയിലറിനൊക്കെ അതൊരു ഭയങ്കര ഓവറായിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ട്രെയിലർ എല്ലാവരും ഓവറാണ്, പൃഥ്വിരാജ് ഓവറാണ്, ക്യാരക്ടർ ഓവറാണ്. അതാണ് പൃഥ്വിരാജ് ഓവറാവുന്നത്. അത് പൃഥ്വിരാജിന് ഇത് അഭിനയൊക്കെ അറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ സിനിമ മൊത്തത്തിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ 100% ഒരു എൻ്റർടൈനർ മൂവി എന്നുള്ള രീതിയിൽ ഞാൻ 100% എൻജോയ് ചെയ്തിരുന്നു കണ്ട ഒരു കൈയടിച്ച് ചിരിച്ച് ചിരിച്ച് പിണങ്ങിത്തടിച്ചിരിക്കണം, എല്ലാം നാലും ചിരിച്ച് അങ്ങനെയൊക്കെ പോണ ഒരു സിനിമ തന്നെയാണിത്. പിന്നെ കാസ്റ്റിങ് കുറേ ഉണ്ടല്ലോ. പിന്നെ ബൈജു ഉണ്ട്, ജഗദീഷ് ഉണ്ട്, പൃഥ്വിരാജ്, ബേസിൽ, അനശ്വര, നിഖില വിമൽ, യോഗി ബാബു, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ. അതാണ് കാരണം യോഗി ബാബു ഒക്കെ വരുമ്പോൾ സാധാരണ സിനിമയിൽ വന്നിട്ട് ഒറ്റ സീൻ ഉണ്ടാവും. യോഗി ബാബു വെറുതെ വന്ന് ചളാക്കി പോകും. അങ്ങനത്തെ സംഭവം എല്ലാത്തിലും യോഗി ബാബുവിന് ഇതിൽ അത്യാവശ്യം ഒരു റോളുണ്ട്. ചെറിയ റോളാണെങ്കിൽ പോലും യോഗി ബാബുക്കൊക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു റോളുണ്ട്. പിന്നെ അദ്ദേഹം വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിരം സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ യോഗി ബാബു അങ്ങനെ സൈഡിൽ കൂടെ പോകും. പിന്നെ ജഗദീഷ് മറ്റേ പൃഥ്വിരാജിൻ്റെ അനശ്വരൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. ആ പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കൊല്ലക്കാരല്ലോ, അവരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിഖില വിമൽ അടിപൊളിയിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഭാര്യയായിട്ടാണ്. അതുപോലെ തന്നെ അനശ്വര കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാം, കാരണം പൃഥ്വിരാജിൻ്റെ പെങ്ങളായിട്ടുള്ള റോളുണ്ടല്ലോ, അനശ്വര നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ നല്ല പുറമേയുള്ള സ്പേസ് ഉണ്ട്, അതൊക്കെ ഇവരൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇതെന്ന് ഞാൻ ശരിക്കും ഏറ്റവും ആദ്യം എടുത്ത് പറഞ്ഞത് ആർട്ട്. ഇതിൽ എന്താ പറയുക, ഗുരുവായൂരമ്പലം എന്ന് പറയുന്നത് സെറ്റാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡ് പോലെ അത് സെറ്റാണെന്നുള്ളൊരു ഫീല്, അത് സെറ്റാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. ബട്ട് സ്റ്റിൽ നമ്മളത് കാണുന്ന സമയത്തുണ്ടല്ലോ അതൊരു സെറ്റാണെന്നുള്ളൊരു തോന്നലേ എനിക്ക് പേഴ്സണലി വന്നിട്ടില്ല. അത്ര അധികം പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ആർട്ട് എന്തെന്ന് ഞാൻ പേര് മയപ്പ് നോക്കി വെച്ചിരുന്നു. സുനിലിനാണെന്ന് തോന്നുന്ന പേര്, ആർട്ട് ഡയറക്ടർ സുനിലാണെന്ന് തോന്നുന്നു. ഇനി തെറ്റാണെന്ന് ക്ഷമിക്കണം. പക്ഷേ ആ പെർഫെക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഗുരുവായൂർ ആ ഒരു അമ്പലം സെറ്റിട്ട രീതി ഗംഭീരം, അടിപൊളി. ഇത് ഇങ്ങനത്തെ ആൾക്കാരാണ് ശരിക്കും മലയാളത്തിന് വേണ്ടിയതും. പക്ഷേ അപ്പോൾ അതങ്ങനെ പിന്നൊക്കെ ഇപ്പോൾ അങ്കിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് തോന്നുന്നത് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ശരിക്കും എനിക്കൊരു കയ്യിൽ നിന്ന് പോയ പോലെ തോന്നിയത്. അത് ഈ നല്ല മ്യൂസിക്കാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഫോണിലിരുന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല മ്യൂസിക്കൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ അത് ഈ
പല സ്ഥലങ്ങളിൽ ഒരു സിങ്കായിട്ട് നിൽക്കുന്നില്ല. അത് ചില സമയങ്ങളിൽ ഒരു സാധാ പോലെ ഒരു മ്യൂസിക്കൊന്നും ഇല്ലാതെ പോകേണ്ട സീനിൽ അടിച്ച് കയറ്റി മ്യൂസിക് ചില സമയങ്ങളിൽ കേട്ടോ. സിനിമയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇതൊന്നുമില്ല. ചില സമയത്ത് ഞാൻ മ്യൂസിക്കിനെ പറ്റി അങ്ങനെ എടുത്ത് പറഞ്ഞില്ല, പക്ഷേ ചില സമയത്ത് അത് കുറച്ചൊന്ന് ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷേ ബാക്കിയുള്ള അപ്പോൾ സിനിമ മൊത്തത്തിൽ ഞാനെങ്കിൽ ഒരു 80-85% മ്യൂസിക് സിങ്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ബാക്കി ഒരു 10-15% ഒരു 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 ഫുൾ ഒറ്റമൂലിയായി. വെറുതെ ഇങ്ങനെ സിനിമ മൊത്തം ഒറ്റമൂലി ആവണമെന്ന് മ്യൂസിക് ഡയറക്ടറിൻ്റെ ഭാഷയുള്ള പോലെ ചെയ്ത് വെച്ച പോലെ ചില ഭാഗങ്ങളിൽ തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് മൂവി ഒരു എൻ്റർടൈനർ പാക്കേജാണ്. ഞാൻ പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യും സിനിമ കാണാൻ. ഒരു ഞാൻ നോർമൽ സിനിമയിൽ പിന്നെ നമുക്കൊക്കെ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. പറയാമല്ലോ, ഇപ്പോൾ കുറേ നമ്മുടെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ കുറേ മനസ്സിലുള്ള വിഷം വെച്ച് നടക്കുന്ന കുറേ കുടുംബക്കാരുണ്ടാവും, കുറേ നാട്ടുകാരുണ്ടാവും. നാട്ടുകാർ നമ്മളോട് ചിരിക്കും, അങ്ങനെ അപ്പുറത്ത് പോയി കുറ്റം പറയും. ഇങ്ങനത്തെ പല സംഭവങ്ങളും ഇതിലിങ്ങനെ കാണിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ നോക്കും. കുറേ ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണേ ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഇപ്പോൾ കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കല്യാണം കഴിയണമെന്നില്ല, നമ്മളെ കുടുംബക്കാരെ അല്ലെങ്കിൽ നാട്ടുകാരാണ്. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവില്ല വേണ്ടപ്പെട്ട ആൾക്കാരെങ്കിലും. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ നടക്കണൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് സിനിമൻ്റേതായിട്ടുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് ആക്ഷനോ കുറച്ച് പിന്നെ സ്റ്റോറി പറയുന്നതിൽ അർത്ഥമില്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ട് പിന്നെ അതിൽ കുറേ കോമഡി അങ്ങനെ ഒക്കെ പോയി നല്ലൊരു അടിപൊളി ഒരു സിനിമ. പെർഫോമൻസ് വൈസിൻ്റെ ബേസിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ബേസിലൊക്കെ കിട്ടുന്നതിനാണ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ ഓരോരുത്തർ പേരെടുത്ത് പറഞ്ഞില്ല, കാരണം അത്രയും കാസ്റ്റ് ഉണ്ട് ഇതിൽ. പിന്നെ സാഫ് ബോയ് ഉണ്ട്, പിന്നെ വേറെ ഒരു യൂട്യൂബറാണ്. ഞാൻ പറഞ്ഞില്ല കുറേ കാസ്റ്റ് ഉണ്ട്. ഞാൻ അവരത് പെർഫോമൻസിൽ ഓരോന്ന് പറയാൻ തന്നെ ഇത് 1 മണിക്കൂറിന് മേലെ പോകും. കാസ്റ്റിങ്ങിൻ്റെ ഞാൻ വേറെ പറയേണ്ടി വരും. പക്ഷേ ഈ സിനിമനെ നെഗറ്റീവായിട്ട് വെറുതെ ആൾക്കാർ ആർട്ടിസ്റ്റുകളെ കൊടുത്തിട്ടാന്നുള്ള ഒരു ചിന്തയിൽ വന്നതല്ല ഇവരാരും. ഇവർക്കൊക്കെ ഓരോ റോളുണ്ട്, അതിനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് സിനിമ നല്ല ഇഷ്ടമായി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ സിനിമയുടെ എക്സ്പെക്ടേഷൻ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എക്സ്പെക്ടേഷൻ എന്താവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതല്ലാതെ ഭയങ്കര മാസം ഉണ്ട് ഇതിൽ. പൃഥ്വിരാജിൻ്റെ അടി, അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ സ്ലോ മോഷനുള്ള നടത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് അങ്ങനെ വലിയൊരു മാസ്മരണീയ സംഭവം അങ്ങനെ ചിന്തിക്കരുത്. സാധനങ്ങളുടെ എല്ലാം കൂടി ചേർന്നൊരു സാധനമാണ്. ഒരു ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു സിനിമ കൂടിയാണ്. ഫാമിലിക്ക് മാത്രം എല്ലാവർക്കും പറ്റും, ഫാമിലി എന്നുള്ളതല്ല, എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കൈയടിച്ച് ആർപ്പൊളിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ തന്നെയാണ്. ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.